വച്ചു എന്റെ സ്പീഡിനോടാൻ എന്നെ കൊണ്ടാവില്ല. തന്നോടാ പറഞ്ഞൊന്ന് പതുക്കെ പോ. ഹലോ, ഏട്ടനാണോ? എന്താ ഏട്ടാ? സൂര്യ, കാര്യമൊക്കെ വിശദമായിട്ട് പിന്നെ പറയാം. നീ വെങ്കിടിയും കൂട്ടി പെട്ടെന്ന് വാ. ശരി ഏട്ടാ. വെങ്കടി ഫ്ലാറ്റിൽ നിന്ന് ഏട്ടനെ വിളിക്കുന്നത്. അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കാര്യം എന്താണെന്നറിയത്തില്ല, അങ്ങോട്ട് പോകാം. രാഹുൽ നോക്ക്, രാഹുൽ വല്ല ന്യൂസ് ചാനലും ഗൂഗിളിൽ കിട്ടിയല്ലോ. സേതുലക്ഷ്മി, ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? വെങ്കിടി വന്നാൽ ഉടനെ ബോംബെക്ക് പോയിട്ട് വരും. ഇത്രയും പെട്ടെന്നോ? അതെന്താ ചിറ്റപ്പ വന്നല്ലേ ഉള്ളപ്പാ? ഒരാഴ്ച കഴിഞ്ഞ് വിട്ടാ പോരെ പെരിയപ്പ? പ്ലീസ് അപ്പാ, പെരിപ്പ പ്ലീസ്. എത്തിയോ? എന്താ ഏട്ടാ? പ്ലീസ് ചിറ്റപ്പ, നെക്സ്റ്റ് വീക്ക് പോകാം. ആന്റിയും മോളും നാളെ വരാനിരിക്കുന്നതല്ലേ ഉള്ളൂ. പറ്റില്ല മോളെ. വെങ്കിടി, ബോംബെയിൽ നിന്ന് കോൾ ഉണ്ടായിരുന്നു. താൻ പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലണമെന്ന്. സൂര്യ, നീ പെട്ടെന്ന് റെഡി ആയിക്കോളൂ. വെങ്കിടിയെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. ശരി ഏട്ടാ. ശരി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ. ندالك كلمة يا عمري قلتها لك من يوم ما قابلت عينيك روحي مرتاحالك قلبي سابني راح ندالك ياللي ما شفت يوم جمالك والله انا روحي فيك من غير لا سلام ولا حتى كلام لقيت في عينيك كل الأحلام حبيت وخلاص وعشقت خلاص وبقول يا حبيبي قدام الناس روحي مرتاحالك قلبي سابني راح ندالك كلمة يا عمري قلتها لك من يوم ما قابلت عينيك روحي مرتاحالك قلبي سابني راح ندالك ياللي ما شفت يوم جمالك والله انا روحي فيك ദാമു അങ്കിളിന്റെ കോളാണല്ലോ. അച്ഛാ, അച്ഛാ. അമ്മ, അച്ഛൻ എവിടെ? ദാമു അങ്കിളിന്റെ കോളാ. സൺഡേയിൽ നിങ്ങൾ ഓരോരുത്തരും ബിസിയാ.
നിനക്ക് സ്റ്റാർ സിംഗർ റിപ്പീറ്റ് കാണണം. അച്ഛന് ഫേസ്ബുക്ക് സെർച്ച് ചെയ്യണം. വിഷ്ണുവിന് ഗെയിമും ബാക്കിയുള്ള സമയം ഉറക്കവും. അച്ഛൻ എവിടെ അമ്മേ? അച്ഛൻ പത്രം എടുത്തോണ്ട് ഉമ്മറത്തേക്ക് പോകുന്ന കണ്ടു. പോയി നോക്ക്. ഹോ, എല്ലാരും കണക്കാ. അച്ഛാ, ദേ ദാമുങ്കളുടെ കോൾ. ഹലോ. പറതാമു. അത് ശരി. അതിനൊന്നും ഒരു പ്രയാസവും ഇല്ല. ആള് വന്നോട്ടെ. ഓക്കെ ഓക്കെ. മലതി. മലതി. എന്താ? നമ്മുടെ ദാമുവിന്റെ ആൾ ഇന്ന് എത്തുമെന്ന്. റെയിൽവേ സ്റ്റേഷൻ ചെന്ന് കൂട്ടണമെന്നാ അവന്റെ ഓർഡർ. MLA അല്ലേ, അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? MLA ഇന്നലെ ആയതല്ലേ? അടിയും ചക്രയും പോലത്തെ സുഹൃത്തുക്കളല്ലേ നിങ്ങൾ? ഒരാള് പറഞ്ഞ അത് മറ്റേ ആൾക്ക് വേദവാക്യം. നീ പറഞ്ഞതിൽ കുറച്ച് കാര്യമില്ലാതില്ല. വരൂ അയ്യരെ. ചേട്ടാ, ആളിന് നല്ല പ്രായമുണ്ടല്ലോ. ഈ ഒരു ഏജില് എങ്ങനെ നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറ്റുക? എടി, നമുക്കൊന്ന് ശ്രമിക്കാം. ആള് ബ്രാഹ്മണനല്ലേ, പൂജയും മന്ത്രവുമായിട്ട് ഇത്രയും കാലം കഴിഞ്ഞിരിക്കാം. സാമ്പത്തികമായി എല്ലാം തീർന്നപ്പോ ജോലി വേണമെന്ന ബുദ്ധി തോന്നിക്കാണും. കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞൂട്ടി പരാധീനക്കാരനായിരിക്കും. അല്ലേലും ഈ കൂട്ടർക്ക് ജീവിക്കാൻ കുറച്ച് പണമേ വേണ്ടൂ. പടച്ചോറും കാണിക്കയും കൊണ്ട് തൃപ്തിപ്പെട്ടോളും. എങ്കിലും ഇയാൾക്ക് നാട്ടിലെങ്ങനെ കിടന്നാ പോരെ? ഈ മഹാനഗരത്തിൽ വരേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ തന്നെ മുംബൈ എന്ന മഹാനഗരം മലയാളികളെ കൊണ്ട് വഴി നടക്കാൻ പറ്റാതെ ആയിരിക്കുവാ. അതിപ്പം മുംബൈ മാത്രമല്ലല്ലോ, ലോകത്തെല്ലായിടത്തും മലയാളികളുടെ പ്രസൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് 3.5 കോടിയല്ല, മിനിമം ഒരു 5 കോടിയെങ്കിലും. മതി മതി സെൻസസ് എടുപ്പ്. മതിയെങ്കിൽ നിർത്തി. ഞാൻ നോക്കുന്നുണ്ട്. അങ്കിൾ ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ? മിണ്ടാതിരിക്കും വിഷ്ണു. അങ്കിള് ജോലി നോക്കാൻ വന്നതാ, അല്ലാതെ നിന്നെ വീഡിയോ ഗെയിം പഠിപ്പിക്കാൻ വന്ന മാഷൊന്നുമല്ല. ഓക്കെ, നമുക്കൊന്ന് രമ്യതയിലെത്താം. അടുത്ത സ്റ്റാർ സിംഗറിൽ നിമ്മിയുടെ പ്രവേശനവും ചൈൽഡ് അസോസിയേഷൻ വീഡിയോ ഗെയിം കോമ്പറ്റീഷനിൽ വിഷ്ണുവിന്റെ വിജയവും. അങ്ങനെ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം. ഓക്കെ, എക്സലന്റ് അങ്കിൾ. അയ്യരെ, പണ്ടത്തെ പോലെ അല്ല, വളരെ കെയറോടുകൂടി വേണം എല്ലാ ഇന്റർവ്യൂസും അറ്റൻഡ് ചെയ്യേണ്ടത്. അതെന്താ അങ്ങനെ? അർഹിക്കുന്നവർ പുറന്തള്ളപ്പെടുന്ന ഒരു കാലം ഇന്ന് ആക്റ്റീവായിരിക്കുന്നു. കൃഷ്ണേട്ടും അറിയാവണ്ട, ഈവനിങ്ങിൽ നല്ലൊരു റിസൾട്ടുമായി ഞാനിങ്ങെത്തും. പോകേണ്ട ഓഫീസിലൊക്കെ ചേട്ടൻ കൊണ്ടുപോകും. അയ്യർ ഏതായാലും ഒറ്റയ്ക്ക് പോണ്ട. അതിന്റെ കാര്യമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഓക്കെ, എന്നാൽ ഇന്ന് അയ്യരുടെ ഇഷ്ടം പോലെ ആകട്ടെ. ശരി. ഇന്ന് അസോസിയേഷന്റെ മീറ്റിംഗിന് പോകുന്നുണ്ടോ? ഓഫീസിൽ 100 കൂട്ടം പണിയുണ്ട്. പിന്നെ അയ്യർക്കൊപ്പം ലഞ്ചിനും ഉണ്ടാവണ്ടേ? അതിനു മുമ്പ് അയ്യർ എത്തുവോ? എത്തുമായിരിക്കും. ഞാനൊന്ന് റെഡിയാവാൻ നോക്കട്ടെ. ഹലോ കൃഷ്ണൻ, എങ്ങനെയുണ്ട് നമ്മുടെ കക്ഷി? ഏജിലാണെങ്കിലും ആളും മിടുക്കനാടോ. ചന്ദനക്കുറിയും തൊട്ട് കുറെ അധികം CV-യുടെ കോപ്പി എടുത്ത് ഒറ്റയ്ക്കൊരു പുറപ്പെടല്. ഏതായാലും പുതുശല്ലേ, ഓടിത്തളരുമ്പോ തനിയെ വന്ന് എന്നെ സമീപിക്കും.
അപ്പൊ ഞാൻ നല്ല ജോലി ശരിപ്പെടുത്തി കൊടുക്കാവടോ. എന്താ പോരെ? ധാരാളം. എന്നാലും എന്നെ പോലെ എളുപ്പത്തിൽ കൃഷ്ണനും കുടുംബത്തിനും സ്വീകരിക്കാൻ കഴിയുന്ന ഒരാളാകുമോ അയ്യർ എന്ന ഭയമായിരുന്നു എനിക്ക്. താൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ടടോ. അയ്യരുടെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കിക്കോളാം. എന്നാ ശരി. ഓക്കെ. ഇങ്ങത്താ മിണ്ടാതിരിക്കു വിഷ്ണു. നീ പൊടി. കൊണ്ടുവാ. നോ ഇൻ പ്രോഗ്രസ്. ഓക്കെ, ഞാൻ വിളിക്കാം. അമ്മേ ചോറ് വിളമ്പ്. വിളമ്പാം. ഇങ്ങോട്ട് നീക്കി വെക്ക. ഓരോരുത്തർക്കും